എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇതിൽ 4 ഷെയർ നമുക്ക് ആവറേജ് ട്രേഡിന് താഴെ പോവുകയാണെങ്കിൽ ഈ 4 മാർക്ക് ചെയ്തേക്കുന്ന ഷെയർ നമുക്ക് എൻട്രി എടുത്ത് ചാൻസ് എടുക്കാൻ പറ്റുമായിരുന്നു. ആ 4 ഷെയറിൽ 3 ഷെയർ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ ഏകദേശം 8-9 ഷെയർ നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ആവറേജിൻ്റെ അവിടുന്ന് താഴെ പോയ ഷെയർ നോക്കാം. BML 3200 ആവറേജ് നമുക്ക് നോക്കാം. ഓപ്പണിങ് നല്ല ഹൈയിൽ പോയായിരുന്നു. ഈ റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു 3272. പക്ഷേ ലെവലേ പോകാത്തതുകൊണ്ട് നമ്മൾ എടുക്കത്തില്ല. നമ്മൾ 3200 താഴെ പോകുമ്പോൾ എൻട്രി എടുക്കും. ഇവിടെ 3200 റേഞ്ചിൽ പോയിട്ട് താഴെ ഇപ്പോൾ എടുക്കുക. പിന്നീട് അത് നോക്കി ആ റേഞ്ചിന് മുകളിൽ പോയിട്ടില്ല. ഇവിടെ 3176, 24 രൂപ. ഇവിടെ 26 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നത്. ഇവിടെ ആകുമ്പം 3136 എന്ന് പറയുമ്പോൾ നമുക്ക് 65 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആൽമണ്ട്സ് എന്ന് പറയുന്ന ഷെയറാണ് ചാൻസ് വന്നത്. അതിൻ്റെ ആവറേജ് വന്നിട്ട് 144. അത് ഓപ്പണിങ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഇതിൻ്റെ കണ്ടില്ല 144 ഹൈ അടിച്ചു. അതിനുശേഷം 144.75 ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ റേഞ്ച് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒന്നിൽ ഇവിടെ എടുക്കുക, അതല്ലെങ്കിൽ ഈ CPR ലെവൽ താഴെ വരുമ്പോൾ എടുക്കുക. ഇപ്പം 142-143 റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 133 രൂപ, ഏകദേശം 9 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചാൻസ് എന്താ 4 ഷെയറിനകത്ത് ഒലക്ട്ര എന്ന് പറയുന്ന ഷെയർ. പക്ഷെ അത് ചെറിയ ചാൻസേ തന്നിട്ടുള്ളൂ. ഒലക്ട്ര 1532 ആവറേജ്. ഇപ്പം ഇവിടെയാണ് 1532 റേഞ്ചിൽ 32 റേഞ്ചിൽ പോയാലേതുണ്ട്. ഈ ലോ വന്നിട്ട് 1521, 11 രൂപയുടെ പ്രോഫിറ്റ് കാണിക്കുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും കയറി ആ റേഞ്ചിൽ തന്നെ, ഏകദേശം റേഞ്ചിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇനിയും നമുക്ക് നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചാൻസ് തന്നിട്ടുള്ള ഷെയറുകൾ നോക്കാം. നമുക്ക് CGCL നോക്കുക. ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് ഇവിടെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 919 മുകളിൽ പോയി. അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തായിരുന്നു. നമുക്ക് 900 രൂപ 10 പൈസ, ഏകദേശം 19 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഏതായാലും ബുക്ക് ചെയ്യും. 19 രൂപ കാണിക്കുമ്പോൾ ബുക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും തിരിച്ച് കയറി പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ലെവൽ കട്ട് ചെയ്താൽ ഒന്നിൽ അടുത്ത ലെവലിന് മുകളിൽ പോയോ, അതല്ല എങ്കിൽ തിരിച്ച് ഈ ലെവലിൽ തിരിച്ച് കട്ട് ചെയ്യണം. ഇവിടെ എൻട്രി എടുക്കും. നമ്മളിവിടെ എൻട്രി എടുത്തു. 919 റേഞ്ചിൽ എൻട്രി എടുത്തു. അത് 846 രൂപ വരെ പോയി. ഏകദേശം 65-70 റേഞ്ചിലുള്ള പ്രോഫിറ്റ് അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡാറ്റ പാറ്റേൺ ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 1994 റേഞ്ചിലൊക്കെ നമ്മൾ എൻട്രി എടുത്താൽ 1960 ഏകദേശം 55 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം മാധവ് എന്ന് പറയുന്ന ഷെയർ, മാധവ് മാർബിൾസ്, അത് R2 റേഞ്ചിന് അടുത്ത് വരെ ഒരു 10 പൈസയുടെ വ്യത്യാസമുണ്ട്. ഇവിടെ വേണം നോർമലല്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ രീതി വെച്ചിട്ടാണെങ്കിൽ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വിട്ടായിരുന്നു നമുക്ക് ഈ റേഞ്ച് നോക്കിയാൽ മതി. ഈ ലെവലിൽ കട്ട് ചെയ്യുന്ന സമയത്ത് 87 റേഞ്ചിലെടുത്താൽ നമുക്ക് 83, 82, ഏകദേശം 5 രൂപയ്ക്ക് മുകളിൽ നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട് ചെറിയ ഷെയർ. അതിനുശേഷം ട്രൈഡൻ്റ് എന്ന് പറയുന്ന ഷെയർ ട്രേഡിൻ്റെ
R2 പോകുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ 50, 75, 50 റേഞ്ച് എടുത്താൽ 49, 30 ഏകദേശം ₹1.40. അതിന് ശേഷം വീണ്ടും ലാസ്റ്റ് ടൈമൊക്കെ 48, 45 ഏകദേശം 2.5 എന്ന് പറയുമ്പോൾ 5% അതിനടുത്ത് പ്രോഫിറ്റാണ് അത് കൊടുക്കുന്നത്. നല്ല പ്രോഫിറ്റാണ്. അതിനുശേഷം ചാൻസ് തന്ന ഷെയർ കരിയർ പോയിൻ്റ് എന്ന് പറയും. കുറേ ഷെയറുകളുണ്ട് നല്ല ചാൻസ് തന്നത്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ചാൻസ് തന്ന ഷെയറുകളാണ് ഈ പറയുന്നത്. കരിയർ പോയിന്റിനകത്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ കയറിപ്പോയി R2 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങി. അപ്പം നമ്മളിവിടെ ഒരു എൻട്രി എടുക്കും. 240 റേഞ്ച് എടുത്താൽ ഇത് 236, 95 ഏകദേശം ₹3 മുകളിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പെട്ടെന്ന് തിരിച്ച് കയറി. ഒന്നുകിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റിയവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. അതല്ലെങ്കിൽ തിരിച്ച് കയറിയെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കും. ₹2.5 സ്റ്റോപ്പ് ലോസ് പോകും നമുക്കിവിടെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയി കഴിയുമ്പോൾ 100 ഷെയറാണ് ₹250 പോയി. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് തന്നെ ചാൻസ് വീണ്ടും കിട്ടുമ്പോൾ നോക്കുന്നത് ഒന്നിൽ ഇത് ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങണം. അതല്ലെങ്കിൽ തിരിച്ചിറങ്ങണം. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും എൻട്രി ചെയ്തിട്ട് ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ടു. പിന്നീട് അത് ഹൈ പോയില്ല. പിന്നീടത് നോക്കി നമ്മൾ 240 റേഞ്ചിലൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 244 വരെ പോകുന്നുണ്ട്. പക്ഷേ ഹൈ അടിച്ചില്ല. വൺ സൈഡ് ഇറക്കമായിരുന്നു. പിന്നീട് 229, 60 വരെ പോയി. നമ്മൾ 240 ₹10 നേരത്തെ ₹2.5 ലോസ് വന്നാൽ നമുക്ക് ₹10 കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ₹6-7 നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് സ്നോമാൻ സ്നോമാനും ഓപ്പണിങ്ങിൽ ഹൈ അടിച്ചു 78, 90. അത് തിരിച്ച് നമ്മൾ ഈ 78 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 76, 74, 74, ₹4 അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നതായിരുന്നു. പിന്നെ സുലാവൈൻസ് എന്ന് പറഞ്ഞ ഷെയർ. സുലാവൈൻസ് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം അത് കട്ട് ചെയ്തു. ഇവിടെ CPR മാർക്ക് കണ്ടില്ലേ? ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് 666 റേഞ്ച്, 65 റേഞ്ച് എടുത്താൽ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നമുക്ക് 632 വരെ വരുന്നുണ്ട്. നമുക്ക് നല്ല പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് പോയി ഇതിൻ്റെ ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിൽ പോയി 690 മുകളിൽ പോയി. 690 ആയിരുന്നു ലെവൽ. 690 കട്ട് ചെയ്യുമ്പോൾ 689 റേഞ്ചിലോ 88 റേഞ്ചിലൊക്കെ എടുത്താൽ 665 വരെ ഏകദേശം 25-30 റേഞ്ചിലോട്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ ചില ഷെയറിനകത്തൊക്കെ നമുക്ക് ചാൻസസ് തന്നിട്ടുണ്ട്. അത് ചെറിയ ചാൻസസും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ അധികം കൂട്ടണ്ട. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിലെ കാര്യങ്ങൾ. ഇനി നാളെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഷെയർ നോക്കാം. നാളെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഏകദേശം 1% മുകളിൽ ഹൈ പോയതാണ്. അതിനുശേഷം തിരിച്ച് ഡൗണിൽ ക്ലോസായി. അപ്പം മാർക്കറ്റ് നല്ലതായിട്ട് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ലെവലുകൾ നോക്കി ഇപ്പോൾ ഈ റേഞ്ച് ഇപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ CPR വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനകത്ത് കൊടുത്ത ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഡൗൺ ഓപ്പണിങ് താഴെയായിരുന്നു. ഓപ്പണിങ് താഴോട്ട് പോയി. അതിന് ശേഷം അത് വന്ന ജസ്റ്റ് R1 ടച്ച് ചെയ്തു. R1 ടച്ച് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് CPR വെച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി 47,900 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 47,167 ഏകദേശം 700 പോയിൻ്റ് അത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ റേഞ്ചിൽ ഒരു 47,700 എടുത്താൽ അത് 47,592 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമുക്കിവിടെയാണ് ചാൻസ് വരുന്നത്. ഇവിടെ ചാൻസ് തന്നിപ്പോൾ
പിന്നീട് അത് ആ റേഞ്ചിൽ കയറി വന്നിട്ടേ ഇല്ല. ഞാൻ നിഫ്റ്റി പറയുന്നൊരു രീതിയുണ്ട്, ആ രീതി ചെയ്തവർക്കാണ് ഈ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. ഇവിടെ നമുക്ക് 2 CPRൻ്റെ ഒരു കൺഫേം ട്രെൻഡ് ഇതുണ്ട്, അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ ഒരു ഇതുണ്ട്. വൺ സൈഡ് അടിച്ചു പോയായിരുന്നു, നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും നമുക്ക് ഈ റേഞ്ച് ഇങ്ങനെ ഇവിടെ കാണാൻ വെച്ചിട്ട് 6-1 താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്തായിരുന്നെങ്കിൽ നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇപ്പം നാളെ വീക്കാകാനാണ് ചാൻസ് കൂടുതൽ. ഷെയറിനകത്ത് നമുക്ക് ഈ 4 ഷെയറുകളാണ്. ഒന്ന് അപ്പോളോ സിന്ദൂരി ഹോട്ടൽ, ഇതിനകത്ത് വോളിയം കുറവാണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അധികം എൻട്രി എടുക്കരുത്, ക്വാണ്ടിറ്റി എടുക്കരുത്. ഈ GMDC നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ ആവറേജിന് മുകളിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടാൽ നല്ല ചാൻസ് എടുക്കുക. അതല്ല ഇത് കണ്ടില്ലേ, ആ 486, ഇവിടെ 483, ഈ റേഞ്ചിന് മുകളിൽ 90 റേഞ്ചിലൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് കിട്ടും. അതുപോലെ ഈ ഷെയറും, ഇതിനകത്തും വോളിയം കുറവാണ്, 2 ലക്ഷത്തിൻ്റെ വോളിയമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് വേണം ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമ്മൾ നോർമൽ പറയുന്ന രീതിയിൽ തന്നെ ചാൻസ് വരുമ്പോൾ എൻട്രി ചെയ്യുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. നമ്മളെത്ര സ്ട്രാറ്റജി പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി പഠിച്ചിട്ടും കാര്യമില്ല. പിന്നെ അതുപോലെ നല്ല കോൺഫിഡൻസ് വേണം. അഥവാ ഒരു ഷെയറിനകത്ത് ഒരു സ്റ്റോപ്പ് ലോസ് പോയാലും അടുത്ത ഷെയറിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും വേണം. അതിൽ ഒരെണ്ണത്തെ ലോസ് വരുമ്പോൾ നമ്മുടെ മനസ്സ് പതറിപ്പോകരുത്. നല്ല രീതിയിൽ ചെയ്ത് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.